അപ്പൊ വീണ്ടും ഒരു ബിഗ് ബോസ് സീസൺ, പുതിയൊരു സീസണിലേക്ക് മലയാളം ബിഗ് ബോസ് സീസൺ 7. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഈ പണി ചെയ്യും, ഈ പണി നിർത്തുന്നില്ല. വീണ്ടും ചെയ്യും. അതെ, ഞാനൊന്ന് പോയ ഗ്യാപ്പിൽ ഇവള് കുറച്ച് സ്കോർ ചെയ്തിരുന്നു. അന്ന് ഇവളിനെ കുറെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതെ, അങ്ങനത്തെ കളിയായിരുന്നല്ലോ, അങ്ങനത്തെ അമ്മാതിരി കളിയായിരുന്നല്ലോ, നല്ല പെർഫോമൻസ് ആയിരുന്നല്ലോ. അപ്പൊ ഓക്കെ, അപ്പോ സീസൺ 7 ഞാൻ ഇത്ര ദിവസം സീസൺ 7 കുറിച്ച് എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ് എ ഫോർമർ കണ്ടസ്റ്റന്റ് എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കുറെ പേരുകൾ വിളിച്ച് പറയും. ഇതിപ്പോൾ ഓൾറെഡി എല്ലാവരും വീട്ടിനകത്ത് കയറി. ഇന്ന് രാത്രി ലാലേട്ടൻ ഒരു 7 മണിയോടുകൂടി ഷൂട്ട് തുടങ്ങിയതിന് ശേഷം ഓരോരുത്തരായിട്ട് കയറ്റി തുടങ്ങി. സോ ഇനിയിപ്പോൾ വിഷയമല്ല, ഇനിയിപ്പോൾ ആരും എന്താ പറയുക, ഞാൻ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഗതികേട് വന്നതാ. ഇതിന് മുമ്പ് ഞാൻ കയറേണ്ട ഒരു സീസണിൽ ഒരു മുൻ കണ്ടസ്റ്റന്റിന്റെ പേര് വിളിച്ചു പറഞ്ഞോട് കൂടിയിട്ട് ആ സീസണിൽ എനിക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ പണി കിട്ടിയത് കൊണ്ട് എനിക്കത് അറിയാം, ആ വിഷമം. അതുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞാലും ഞാൻ ആരുടെ പേരുകളൊന്നും പറയാതിരുന്നത്. കുറെ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുറ്റി കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം നമുക്കൊരു 15 പേര് 20 പേര് കയറിയിട്ടുണ്ട്. ഇപ്പൊ 1-2 ആൾക്കാരെ കിട്ടിയിട്ടില്ല. കോമണറും കയറിയിട്ടുണ്ട്. കിട്ടിയിട്ടില്ല എന്നല്ല, കിട്ടിയിട്ടുണ്ട് പറയില്ല, സത്യം. ഓക്കെ, ഫസ്റ്റ് തന്നെ അതെന്താണ് ആയിക്കോട്ടെ, എന്താണെങ്കിലും അവര് കയറിയിട്ടുണ്ട്. അവര് മാത്രമല്ല, ട്വിസ്റ്റ് ഇൻ ദ ടെയിൽ അവരും അവരുടെ ചേച്ചി ഇപ്രാവശ്യം ഇവരുടെ ഒക്കെ കൂടെ ഫാമിലിന്നോ ഏതെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ടൊക്കെ ആയിട്ട് ഒരാളെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഒരു ടാസ്ക് നടന്നിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം. അപ്പോൾ രേണു സുധി, കഴിഞ്ഞ ദിവസം രേണുവിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു, ചേച്ചീൻ്റെ ഒപ്പം ഇരുന്നിട്ട്. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, വീടിൻ്റെ മുറ്റത്ത്. ഞങ്ങൾ രണ്ടാളും കൂടി പോകാനുള്ള പ്ലാൻ. എന്തൊരു സ്ക്രിപ്റ്റ്, എൻ്റെ പൊന്നെ, കൊടൂര സ്ക്രിപ്റ്റ്. ബിഗ് ബോസിൽ ആ സ്ക്രിപ്റ്റ് രേണുവിൻ്റെ വർക്കായാൽ രേണു ക്ലിക്ക് ആവും. പക്ഷെ രേണുവിൻ്റെ കുറേ, ഞാൻ എന്താ അറിയോ, രേണു കയറി അന്ന് മുതൽ ചിലപ്പോൾ രേണുവിന് പര അടി വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. മാത്രമല്ല, അകത്ത് കയറുന്ന കണ്ടസ്റ്റൻസും ഇപ്പൊ ഉള്ള കണ്ടസ്റ്റൻസും ഒക്കെ രേണുവിനെ തന്നെ വെച്ച് ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസും ഉണ്ട്. അതെ, എന്തായാലും അതൊരു ടാർഗറ്റ് ചെയ്യും. അതെ, അപ്പൊ അതൊരു ചാൻസ്. അല്ല, രേണു ഇനി ഒരു കാർഡും വർക്ക് ചെയ്യില്ല. കാരണം ലാലേട്ടൻ എല്ലാ കാർഡും നിർത്തിയില്ലേ. പെങ്ങളൂട്ടി കാർഡ് നമുക്കിട്ട് താങ്ങി, വിക്ടിം കാർഡ്, കരച്ചിൽ കാർഡ്. ലാലേട്ടൻ പ്രാവശ്യം എല്ലാ കാർഡും കീറി എന്ന് പറഞ്ഞിട്ടാണ് പ്രൊമോട്ട് ചെയ്തത്. ലാസ്റ്റ് അയാളെ കാർഡ് കീറാൻ ഞാൻ പാവ മനുഷ്യടും എല്ലാ കൊല്ലവും വന്നിട്ട് അയാളെ ഏറെ പോവും. ഇക്കൊല്ലം അങ്ങേരൊന്ന് സ്ട്രോങ് ആയാൽ മതി. പഴയ ലാലേട്ടനല്ല, വേറെ ലാലേട്ടനാന്ന് പറഞ്ഞിട്ടാണ് ഇപ്രാവശ്യം പൊളി. ആ ഫസ്റ്റ് വന്ന സാധനല്ലേ, ഒരു കിടുന്ന സാധനം, കറുപ്പെടുത്ത് വന്നത് സാധനം, അടിപൊളി സാധനം, ഒരു സിനിമാറ്റിക് സാധനമായിരുന്നു. ആ മാസമൊക്കെ ഷോയിൽ അങ്ങേരെ കൊണ്ട് കാണിപ്പിക്കാൻ ബാക്കിയുള്ളവർ സമ്മതിച്ചാൽ മതി ക്രൂ. ഇന്ന് അയാൾ അടിപൊളിയാണ്. അല്ലാത്ത പക്ഷം എന്താ മറ്റേ ഇതുണ്ടല്ലോ, ഫീഡിങ് പരിപാടി, പ്രോംപ്റ്റിൽ കാണിക്കുന്നത് മാത്രം വിളിച്ചു പറഞ്ഞ അങ്ങേര് പോവാണെന്നുണ്ടെങ്കിൽ അങ്ങേര് മേറെ പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ അതൊരു വഴിക്ക്. അപ്പൊ രേണു സുധി കയറിയിട്ടുണ്ട്, അനുമോൾ കയറിയിട്ടുണ്ട്. അനുമോൾ പ്രത്യേകിച്ച് എന്താ പറയാ, ഒരു സേഫ് സോണിലാണ് കയറുമ്പോഴേ. കാരണം നല്ല ഫാൻ ബേസ് ഉണ്ട്, ആർട്ടിസ്റ്റ് ആണ്. പിന്നെ കുറച്ച് ദിവസം നിൽക്കാനുള്ള ഒരു ഇതുണ്ട് അവർക്ക്. അതായത് കുറച്ച് ഫാൻ ബേസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ആ ഒരു സെലിബ്രിറ്റി എന്ത് കാണിക്കുന്നു എന്നുള്ളൊരു ക്യൂരിയോസിറ്റി അറിയിക്കാൻ വേണ്ടിട്ടൊക്കെ. എനിക്ക് ഫീൽ ആണ് ചിലപ്പോൾ നെഗറ്റീവ് അടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നെഗറ്റീവ് പോസിറ്റീവ് അത് കളിക്കനുസരിച്ച് ഉണ്ടാവുള്ളൂ. എന്റെ മനസ്സിൽ അനുമോൾ ചിലപ്പോൾ നെഗറ്റീവ് ആവുമെന്ന് സംശയമുണ്ട്. അനുമോൾ ഒരു വഴിക്കുണ്ട്. പിന്നെ നമുക്ക് നെവിനെ നമുക്ക് ഓൾറെഡി അറിയാം, പേഴ്സണലി അറിയാം. അത്ര വലിയ കണക്ഷൻ അല്ലെങ്കിലും നെവിനെ അറിയാം. ഓക്കെ, അപ്പൊ നെവിൻ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് ഈ സീസൺ. ഡാൻസറാണ്, ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. നെവിൻ ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. നെവിനെ നിങ്ങൾ ഞാൻ പറഞ്ഞ ബാക്കി രേണു സുധിയോ അല്ലെങ്കിൽ മറ്റേ അനുമോളോ ഉള്ള പോലെയല്ല. നെവിൻ ഹാവ് ഡിഫറെന്റ് ഷെയ്ഡ്സ് ഇൻ ഹിസ് ക്യാരക്ടർ. അത് ഡെഫിനറ്റ്ലി ബിഗ് ബോസിൽ ലൈക്ക് എന്താ പറയാ വന്നു പോകും. അതുകൊണ്ട് ഇപ്പോ ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. എക്സ്പ്രഷൻ ഉള്ള ഒരാളാണ്. അതെ, ചിലപ്പോൾ ഫണ്ണി ആയിട്ടുള്ള ഒരു നെവിന്റെ സൈഡ് ആണെങ്കിൽ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യും. കുറ്റും കുശുമ്പും കുഞ്ഞായ്മയുള്ള ഒരു സൈഡാണെന്നുണ്ടെങ്കിൽ അത് രേഷം പാടാണ്. ഓക്കെ, ഇനി അടുത്തത് വേറെ ആരായിരുന്നു? ബിന്നി. നമ്മുടെ മറ്റേ എനിക്ക് ബിന്നീനെ അറിയില്ല. സീരിയലിലാണ് ഗീത ഗോവിന്ദ സീരിയലിലെ മെയിൻ കണ്ടിട്ടൊന്നുമില്ല. അടുത്തത് അത് അടിപൊളിയാവും. ദീപക്, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്. എനിക്ക് ദീപക്കിൽ ഒരുപാട് പൊട്ടൻഷ്യൽ തോന്നുന്നുണ്ട്. കാരണം ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയതുകൊണ്ട് തന്നെ ഓഡിയൻസിനെ കയ്യിലെടുക്കുന്ന രീതിയിലുള്ള കൗണ്ടർ പഞ്ചുകൾ കൊടുക്കാൻ കറക്റ്റ് കപ്പാസിറ്റി ഉള്ള ഒരാളാണ് എന്ന് ദീപക് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ദീപക്കിനെ ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് ചിലപ്പോൾ കൊടുക്കുകയാണെങ്കിൽ നല്ല അല്ല, ദീപക് എനിക്ക് അങ്ങനത്തെ
ഒരു പൊട്ടൻഷ്യൽ കണ്ടസ്റ്റന്റ് he can but inside the house we don't know. അല്ല അത് പറയാൻ പറ്റില്ല, അത് ഇൻസൈഡ് ഹൗസ് ഇനി ആര് കയറിയല്ല, അതിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്ത അഭിശ്രീ. അഭി അടിപൊളിയാണ്. അഭിക്ക് ലെഗിന് ചെറിയൊരു സീൻ, അതൊന്നും ഒരു വിഷയമല്ല, കാരണം 2 കാലുള്ളവരേക്കാൾ കൂടുതൽ മൂപ്പര് സ്ട്രോങ് ആണ്. ഓക്കെ, അതൊന്നും നിങ്ങളൊരു വിഷയമാക്കി. ഒടുക്കത്തെ ഡാൻസറും കിടിലൻ ക്രിക്കറ്റ് പ്ലെയറുമാണ്. എന്താ പറയാ, ഒരു ഫയർ ബ്രാൻഡ് ആയിരിക്കും അബി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം അബീനെ എനിക്ക് കുറച്ചായിട്ട് അറിയാം. അബി ഡെഫിനറ്റ്ലി അബീന് സ്ലാങ്ങും ഉണ്ട്, സംസാരത്തിന് ഒരു സ്ലാങ് ഉണ്ട്. ഈ കൊല്ലം പിന്നെ സൈഡില് ആ സാധനം വെച്ചടിക്കാൻ മാത്രമുള്ള ഒരാളാണ് അബി. ഒരു കലിപ്പൻ മൂഡാണ് അബീന്റെ മൂഡ്. ഓക്കെ, ഷാനവാസ് മലപ്പുറക്കാരനാണ്, മഞ്ചേരിക്കാരനാണ്. എനിക്ക് 1-2 വട്ടം അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഹോട്ടലിൽ നിന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടൊന്നുമില്ല. പിന്നെ സീരിയലിലാണെന്ന് എനിക്കറിയാം. എനിക്ക് വലിയ എടുത്തല്ല. ഞങ്ങനെ നാട്ടിൽ നിന്ന് 1-2 ആൾക്കാർ ഇങ്ങനെ കാണുമ്പോൾ അതാ ഷാനവാസ് സീരിയൽ നടന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ആളെനിക്ക് വലിയ പിടുത്തമില്ല. ആസ് എ മലപ്പുറക്കാരൻ എനിക്ക് നമ്മളൊരു മലപ്പുറക്കാരുണ്ട്, മലപ്പുറത്തിന് ആളുണ്ട് എന്നുള്ളൊരു സമാധാനമൊക്കെ ഉണ്ട്. ഓക്കെ, അടുത്ത ആര്യൻ ഒരു എന്താ പറയാ, ഒരു ക്യാരക്ടറാണ് ആര്യൻ ഈസ് എ ക്ലാസി ക്യാരക്ടർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചിലപ്പോ ഒരു അർജുൻ ഗബ്രി റേഞ്ചിലേക്കൊക്കെ അല്ലേ, ഒരു ജെൻസി ക്രൗഡിന്റെ ഇടയിലേക്കൊക്കെ പോവാൻ കപ്പാസിറ്റി ഉള്ള ഒരു പയ്യനായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ തോന്നി. ഓക്കെ, ആര്യൻ ഈസ് ദർ. അടുത്തത് മുൻഷി കഴിഞ്ഞല്ലേ ബാഗ് പാക്ക് ചെയ്ത് ഡ്രസ്സും വെച്ചിരിക്കുകയാണ്. പാവത്തിനെ കഴിഞ്ഞല്ലോ അവര് വലിപ്പിച്ച്. ഇക്കൊല്ലം എന്താണെങ്കിലും മുൻഷീനെ കയറ്റി എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി അറിയാൻ കഴിഞ്ഞത്. മുൻഷി ഇപ്രാവശ്യത്തെ അച്ഛൻ റോള് അത് കുലപുരുഷൻ അച്ഛനാണോ അതോ ഭയങ്കര കൂളായിട്ടുള്ള അച്ഛനാണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയണം. മുൻഷി അപ്പം അങ്ങനെ പോയി. അടുത്തത് ശൈത്യ. എനിക്കറിയില്ല, അത് മറ്റേ അമൃത ടിവിയിലൊരു പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. അവാർഡ് മേടിക്കാതെ പോയ, ശ്വേതാമേന്റെ കയ്യിൽ നിന്ന് അവാർഡ് മേടിക്കാതെ പോയ ഒരു ആളാണ്. വലിയ സീനൊന്നും ഉണ്ടാവില്ല തോന്നുന്നു, അഡ്വക്കേറ്റാ തോന്നുന്നുണ്ട്. ആണോ? ശൈത്യ അറിയില്ല. അടുത്തത് സരിക, കലാപമേഡിയൻ സരിക. ഇവരൊരു 1.5 കളിയൊക്കെ കളിക്കും സരിക. ഇവരൊരു എനിക്ക് തോന്നുന്നത് എല്ലാം കൊണ്ടും സ്ത്രീകളുടെ കൂട്ടത്തിൽ ഈവൻ രേണുസുതിയെ വരെ അടിച്ചിരുത്താൻ പറ്റിയ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് കലാപൻ സരിക എന്നുള്ളത്. അതെനിക്കറിയാം, അതങ്ങനെ നിൽക്കട്ടെ. അടുത്തത് കോമണർ അനീഷ് എന്നാണ് കോമണറുടെ പേര് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആൻഡ് അനീഷ് ഇപ്പൊ എന്താ എങ്ങനെയാന്നുള്ളതൊന്നും അറിയില്ല. സ്ത്രീ വിരുദ്ധത തൃശ്ശൂരിന്നാണല്ലോ ഈ മറ്റേ കെട്ടി തൃശ്ശൂരിന്നല്ലേ നന്ദന. പറഞ്ഞോ ഈ കോമണേഴ്സിനെ കൊണ്ടുവരുമ്പോ എന്ത് തൃശ്ശൂരിന്ന് മാത്രം ഒരു മെയിൽ കണ്ടസ്റ്റന്റിനെ കൊണ്ടുവന്നത്. അതിന് നന്ദന കോമണർ അല്ലല്ലോ, അവിടെ ഇൻഫ്ലുവൻസർ ആണ് കയറിയത്, പക്ഷെ കോമണർ ആണെങ്കിൽ കൂടി. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെയാണ് കണ്ടസ്റ്റൻസ്. ആൻഡ് ദ തീം ഈസ് ലൈക്ക് ഈ എന്താ പറയാ, കഴിഞ്ഞ കൊല്ലം പവർ റൂം ഉണ്ടായിരുന്നു, ബാക്കി 4 റൂം ഉണ്ടായിരുന്നു. അത് സിമിലർ കൈൻഡ് ഓഫ് സാധനം എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ചിന്ന വീട് പെരിയ വീട് അല്ലെങ്കിൽ നരകം സ്വർഗം തീം, അത് മനസ്സിലായോ? ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾക്ക് ഒരു സ്ഥലവും അവരെ താഴെ, അതായത് ടാസ്ക് പൊട്ടുമ്പോഴോ അല്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടുമ്പോഴോ വന്നിരിക്കുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസ് ഒരു ടീമിനും, മറ്റവർക്ക് സുപ്രീം പവേഴ്സ് ഉള്ള ഒരു ആംബിയൻസ് വേറൊരു ടീമിനും. ആ ഒരു തീം ആൻഡ് സെറ്റപ്പ് തന്നെ ആയിരിക്കും ഇപ്രാവശ്യം. പിന്നെ നമ്മളെ റെനീഷ ഉണ്ട് ബിഗ് ബോസിൽ. ഫസ്റ്റ് പോയിട്ട് അവിടെ ടാസ്ക് ചെയ്യിച്ചിട്ടുണ്ട്. റെനീഷ റഹ്മാൻ പോയിട്ടുണ്ട്, ടാസ്ക് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരോടൊക്കെ പോകുമ്പോ കൂട്ടത്തിൽ ഓരോരുത്തരെയും കൊണ്ട് പോവാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോരോ കണ്ടസ്റ്റൻസിനൊപ്പം ആരെങ്കിലും ഒപ്പം കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. ആദിലാനോറയ്ക്ക് മാത്രം, ആദിലിനോറയും പോയപ്പോ അവരിൽ ഒരാള് ടാസ്ക് അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്ത് അങ്ങോട്ട് കൊണ്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഓരോരുത്തരെ ചേച്ചീനെ കൊണ്ടുപോയിട്ടുണ്ട്, അങ്ങനെ ഓരോരുത്തരെ കൊണ്ടുപോയിട്ടുണ്ട്. സോ ആ ടാസ്ക് ജയിച്ചു കഴിഞ്ഞാൽ, റെനീഷ കൊടുക്കുന്ന ടാസ്ക് ജയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്തോ വീടിനകത്ത് ഭയങ്കര സെറ്റപ്പ്, എന്തോ ഒരു പവർ കിട്ടും. പവർ ഇൻ ദ സെൻസ് ഒരു അഡ്വാൻറ്റേജ് കിട്ടും എന്നാണ് പറഞ്ഞത്. ഇനി ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ആദ്യത്തെ ദിവസം തന്നെ എവിക്ഷൻ നടക്കുമെന്നും പറയാൻ പറ്റില്ല. ഓക്കെ, മറന്നുപോയി. അയ്യോ ഒന്നും കേട്ടോ, അപ്പാനി രവീനെ ഞാൻ പറഞ്ഞില്ല. അപ്പാനി രവി അതെ, ജിമിക്കി കമ്മൽ. അപ്പാനി ശരത്തിനെ ഞാൻ പറഞ്ഞില്ല കേട്ടോ. അപ്പാനി ശരത്ത് ഉണ്ട്, കണ്ടറിയണം കോശി. അടുത്തത് സരിക ഇന്റർവ്യൂവർ സരികനെയും എനിക്ക് പേഴ്സണലി അറിയാം. സരിക ഈസ് ലൈക്ക് എന്താ പറയാ, നല്ലോണം ഞാൻ ഒരു കാര്യമുണ്ട്, സരിക ഇന്റർവ്യൂ കാണുന്ന പോലെ അല്ല, നേരിട്ട് പേഴ്സണൽ ലൈഫിലും അങ്ങനെയല്ല. ആളുകൾ സരികയും ഈ രേണുവും ഒരു കോംബോ പുറത്തുനിന്നുണ്ടോ, അവര് തമ്മിലൊരു
അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്നുള്ളതൊക്കെ സംശയിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ എന്താണെങ്കിലും പറഞ്ഞുണ്ടാക്കും. ഞാനും പറഞ്ഞുണ്ടാക്കും. അതിലൊന്നും ഒരു കുറവുണ്ടാവില്ല. ഓക്കെ, ഞാനും പറഞ്ഞുണ്ടാക്കും. പക്ഷേ എനിക്കെന്തോ സരിക എവിടെയോ പോസിറ്റീവ് ആവും. എനിക്ക് അങ്ങനെ സരികയ്ക്ക് ഒരു നെഗറ്റീവ് ഉണ്ട്. രേണു നെഗറ്റീവ് പോസിറ്റീവ് ആയില്ലെങ്കിലും സരികല്ലോ പേര് വരെ പറയും. ശാരികക്ക് പോസിറ്റീവ് ആവാൻ സാധ്യത ഉണ്ട്. കാരണം ശാരികന്റെ ക്യാരക്ടർ ഇപ്പൊ ഞാൻ ബിഗ് ബോസ് പോയ സമയത്ത് കടിച്ചു പറിക്കും മറ്റേ കുരയ്ക്കുന്നൊക്കെ വിചാരിച്ചു. പറഞ്ഞാണ്. അതായത് ഞാൻ ഒരു കാര്യം പറയാം. ശാരിക ബേസിക്കലി എനിക്ക് അറിയുന്ന ശാരിക ഈസ് എ കൂൾ പേഴ്സൺ. ശാരിക ചിലപ്പോ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. അതൊരു രേണുവിന്റെ ഒപ്പം പോയാൽ ചിലപ്പോ പണി കിട്ടാനും ചാൻസ് ഉണ്ട്, അറിയില്ല. പിന്നെ അക്ബർ ഖാൻ കൂളാണ് ആള്. പാട്ട് പാടിയിട്ട് അവിടെ കാര്യമില്ല. അടിപൊളി പാട്ടുകാരനെന്ന് പിന്നെ നമ്മളെ ആദില നോറ, പിന്നെ ഒനീൽ സാബു. ഒനീൽ നമ്മൾ പറഞ്ഞോ? ഒനീലിനെ പറഞ്ഞിട്ടില്ല. ഒനീൽ സാബു നല്ല പേര്, വെറൈറ്റി പേര്. ഒനീൽ സാബു മോനെ നിങ്ങൾ എഴുതി വെച്ചോ, ചിലപ്പോ ഈ സീസൺ കത്തിക്കും, ചാൻസ് ഉണ്ട്. ഒനീൽ സാബു അങ്ങനത്തെ ഒരു മുതലാണ്. ആർജെ ബിൻസി ഓക്കെ, നമുക്കറിയില്ല. ആർജെ ബിൻസി ആരാ? ആർജെ ബിൻസി ആർജെയാണ്, അത്രേ ഉള്ളൂ. അപ്പോ ബാക്ക് ടു മറ്റേ സാധനം. ഏത് നമ്മളെ ഒരു ടാസ്ക് റനീഷ റഹ്മാനാണ് ഹെഡ് ചെയ്യുന്നത്. അപ്പോ ഇവരെ കൂട്ടത്തിലുള്ള ഇവരും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരു ഫാമിലി മെമ്പർ ഓർ ഫ്രണ്ട് ഓർ സമവൺ, ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറഞ്ഞു അവര് പോയി. അങ്ങനെയാണ് ആ സെറ്റപ്പ് കഴിഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഉള്ളത് നിങ്ങൾ ഷോയിൽ കണ്ടാൽ മതി. അതൊന്നും നിങ്ങൾ അറിയാതെ നിൽക്കണ്ട, മനസ്സിലായോ നിങ്ങള്? അതൊന്നും പറയാൻ പറ്റുള്ളൂ. ഞാൻ ചിലപ്പോ ഇപ്രാവശ്യം കയറി വെറുതെ പറഞ്ഞത്. ഒന്ന് കയറിയിട്ട് തന്നെ മനുഷ്യന് മതിയായിട്ടില്ല. അതാ സേപ്പളെ പറയും ഇനി പോണ്ടാന്ന്. ഇനിയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആദ്യമേ പറയാം, ഞാൻ ഇപ്പോ പുറത്ത് നിന്ന് ബിഗ് ബോസ് കുറെ പറഞ്ഞിട്ടുണ്ട്, അകത്ത് ബിഗ് ബോസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതിൽ ഞങ്ങളോട് പറയുകയാണ്, നമ്മൾ അവിടെ 24/7 ക്യാമറേൻ്റെ ഇടയിലാണ്. ആ ക്രൂ തീരുമാനിക്കുകയാണ് ഒരു വ്യക്തിയുടെ ഏത് ഷെയ്ഡ് പുറത്ത് കാണിക്കും. വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞിരുന്നത്. ബിഗ് ബോസിന്റെ ക്രൂ തീരുമാനിക്കുകയാണ്. ഇപ്പൊ ലെറ്റ്സ് സേ രേണു സുധീനെ എടുക്കാം. രേണു സുധീന്റെ അറഗന്റ് ഫേസ്, ദേഷ്യം വരുന്ന, ബാക്കിയുള്ളവരെ ചീത്ത പറയുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂച്ചേട്ട സ്വഭാവം പുറത്ത് കാണിക്കണം എന്ന് അവർ തീരുമാനിച്ചാൽ രേണു സുധീൻ അത് മാത്രമേ അവർ കാണിക്കൂ. ഓക്കെ, അത് എന്തുകൊണ്ട് അവർ കാണിക്കണം, അല്ലെങ്കിൽ എന്തിനാ ചെയ്യണം എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. അതെവിടുന്ന അതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ ഈ സാധനങ്ങൾ ടെലികാസ്റ്റ് ചെയ്തിട്ട് ഒരാഴ്ചൻ്റെ ഉള്ളിൽ അവർക്ക് മനസ്സിലാവും ഒരു കണ്ടസ്റ്റന്റിന്റെ ഏത് സ്റ്റോറി ലൈനാണ് ഏറ്റവും കൂടുതൽ സക്സസ് ആവുന്നത്, പുറത്തെ ആളുകളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ആവുന്നത്, ഏറ്റവും കൂടുതൽ ട്രാക്ഷൻ വരുന്നത്. TRP. അതായത് ഒരു ബേസിക്കലി ഇപ്പൊ രേണുസുധീന്റെ കേസിനെ പറയാം. രേണുസുധി വളരെ സൈലന്റ് ആയി, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ വളരെ കൂളായിട്ട് പോകുന്ന ഒരു രീതിയിൽ ആ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവർ രേണുസുധീന്റെ എന്ത് സാധനം പുറത്ത് കാണിക്കും, ഈ സാധനം പുറത്ത് കാണിക്കും, വേറെ ഒന്നും രേണു ചെയ്യണില്ല. അങ്ങനെ കാണിച്ചാൽ നോർമലി അതിൽ ട്രാക്ഷൻ വരില്ല. നേരെ മറിച്ച് 24/7 ആണല്ലോ. അപ്പൊ ഒരു മനുഷ്യനല്ലേ, ചിലപ്പോ ഏതെങ്കിലും ഒരാളോട് മുഖം ദേഷ്യപ്പെടും എന്ന് പറയും, അത് മാത്രം കാണിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് അതിൽ ട്രാക്ഷൻ കയറിയ പിന്നെ ഇവരെന്ത് ചെയ്യുന്നറിയോ, ആ വ്യക്തിയെ ട്രിഗർ ചെയ്യാൻ പാകത്തിനുള്ള ടാസ്കുകൾ ഓരോന്നായിട്ട് കൊടുത്തു കൊടുക്കും. ഫൈൻ. അങ്ങനെ കൊടുക്കുമ്പോൾ ആ വ്യക്തി ട്രിഗേർഡ് ആവും, കോണേർഡ് ആവും. അതാ ഷോന്റെ ഒരു രീതിയാണത്. അങ്ങനെ ആവുമ്പോൾ 1-2 പ്ലേയേഴ്സ് എപ്പോഴും അവർക്കൊരു കീ റോൾ അവിടെ കളിക്കും. അപ്പം അത് കഴിഞ്ഞ കൊല്ലം ലെറ്റ്സ് സേ ജാസ്മിൻ, ഗബ്രി, അവരാണ് കീ റോള് കളിച്ചത്. അപ്പം ഇപ്രാവശ്യം അങ്ങനെ ഒരു കീ ഫാക്ടറായിട്ട് 1-2 പേര് കാണും. അവരെ ട്രിഗർ ചെയ്യാനുള്ള ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കും. അവർ ആ പൊട്ടൻഷ്യലിനനുസരിച്ച് ട്രിഗർ ആയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആളുകൾക്ക് അവർക്ക് ആ ബാറ്റൻ അടുത്ത ആളുകൾക്ക് ഇട്ട് കൊടുക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ ഏത് സ്റ്റോറി ലൈൻ, ഒരു കണ്ടസ്റ്റന്റിന് 7-8 സ്റ്റോറി ലൈൻ അവർ കീപ്പ് ചെയ്യും. ഒരു മനുഷ്യന്മാർക്കുള്ള പോലെ ഇംഗ്ലീഷ് സ്റ്റോറി ലൈൻ എന്ന് പറയുമ്പോൾ വലിയ സംഭവം എന്ന് വിചാരിക്കേണ്ട. ബേസിക്കലി ആ ടേം അതാണ്. ഇപ്പോൾ ഒരു എ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അപ്പോൾ അത് രേണുസുധീൻ ആയിക്കോട്ടെ. രേണുസുധീൻ്റെ ക്യാരക്ടർ, രേണുസുധിക്ക് അവർ 8 സ്റ്റോറി ലൈൻ വെക്കും. അതായത് രേണുസുധീൻ്റെ ഒന്നും ചെയ്യാത്തൊരു ഫേസ്, ഉറക്കം അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ പോകും. 2 അറഗൻ ഫേസ്, 2 വളരെ കൂൾ ആൻഡ് കാം, ഭയങ്കര കെയറിങ് ആയിട്ടുള്ളൊരു ഫേസ്. 4-ാമത്തെ ചിലപ്പോൾ പരദൂഷണ ഫേസ് ആവും. 5-ാമത്തെ പ്രേമമായിരിക്കും.
ആറാമത്തെ ചിലപ്പോൾ ലസ്റ്റ് ഫേസ് ആയിരിക്കും. അങ്ങനെ പല ഫേസ്, ഒരു മനുഷ്യൻ്റെ നമ്മുടെ ഇമോഷനൊക്കെ ഒരു ഫേസ് ആക്കും അവർ. അങ്ങനെ അവരൊരു സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് ചിലപ്പോൾ ഒരാൾ ഒറ്റയ്ക്കായിരിക്കാം, ഒരാൾ വേറൊരു കണ്ടസ്റ്റൻറ്റും ആയിരിക്കാം. അങ്ങനെ സ്റ്റോറി ലൈൻ പാറ്റേൺ ബേസിക്കലി ഇതിനുണ്ട്. ആ സ്റ്റോറി ലൈൻ എന്താണോ പുറത്ത് സക്സസ്ഫുൾ ആവുന്നത്, അതാണ് ആ ബേസിക്കലി ആ ഒരു കണ്ടസ്റ്റന്റ് അങ്ങനെയാണെന്ന് നമ്മളാണ് വിചാരിക്കും. മനസ്സിലായില്ല? അതാണ് ദാറ്റ്സ് വാട്ട്സ് ഹാപ്പൻസ് ഇൻ ബിഗ് ബോസ്. അങ്ങനെയാണ് ഞാൻ ആസ് എ പ്രേക്ഷക എന്ന രീതിയിൽ നമ്മൾ അത് അങ്ങനെയാണ്. അത് നമ്മൾ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പ്രേക്ഷകരത് എടുക്കണ്ടെന്നല്ല കേട്ടോ. ചാനൽ അവര് കാണിക്കും, അത് തന്നെ നമുക്ക് ഡൈജസ്റ്റ് ആവുള്ളൂ. നമ്മൾ അതിനെ വെച്ചിട്ട് ഓരോരുത്തരെ വിലയിരുത്തും. ഞാൻ ഇത്ര കാലം അങ്ങനെ തന്നെ ചെയ്തിരുന്നത്. ഉള്ളിൽ പോയി പുറത്ത് വന്നൊരു കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, കണ്ടസ്റ്റൻസിന് അറിയാം നമ്മൾ എന്തൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പൊ ഞാൻ പുറത്ത് വന്നപ്പോൾ ഒന്നും ചെയ്തില്ല, ഈ വാഴ കളിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്കൊരു തെറ്റും പറയാനില്ല. കാരണം നിങ്ങളതേ കണ്ടിട്ടുള്ളൂ. ബേസിക്കലി എല്ലാ സീസണിലും, ഇനിയിപ്പോൾ ഈ സീസണിൽ പോയവരും പുറത്ത് വരുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ അവർക്കും പറയാനുള്ള എന്താ, ഞാൻ ചെയ്തു, ഞാൻ കളിച്ചു, നിങ്ങൾ കണ്ടില്ല, നമ്മൾ ചെയ്ത കാര്യങ്ങൾ കണ്ടില്ല. അപ്പൊ പറയും 24 ലൈവ് അല്ലേ പറയും. ലൈവ് ഡിഫേർഡ് ആണ്, ഡിഫേർഡ് ലൈവ് ആണ്. ഒരു കൂട്ടം ആളുകൾ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് ലൈവ് വരെ നമ്മളിലേക്ക് എത്തുന്നത്. സോ അതിന്ന് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, ഒരു വലിയ വീടാണ്, അതിനകത്ത് 10-20 ആളൊപ്പം ഇരുന്ന് വർത്താനം പറയുമ്പോൾ 20 ആളെയും കാണിക്കുന്ന സെറ്റപ്പ് ഉണ്ടോ ലൈവിനകത്ത്? ഇല്ലല്ലോ. ഒരു ക്യാമറ ഒരു സൈഡിൽ വെച്ചിട്ട് ചിലപ്പോൾ അതായിരിക്കും ഹോട്ട് ഡിസ്കഷൻ. അത് മാത്രമല്ല അപ്പുറത്തെ സൈഡിൽ വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടാവും, അതവർ ചിലപ്പോൾ കാണിക്കൂല. അപ്പൊ നമ്മൾ കാണുന്നത് ലൈവായിട്ടല്ല കാണുന്നത്, ഡിഫേർഡ് ലൈവാണ്, അതും എഡിറ്റഡ് ലൈവാണ്. പിന്നെ ചാനലിൽ വരുന്ന എപ്പിസോഡ്, അതും ഈ പറഞ്ഞ പോലെ TRP, ട്രാക്ഷൻ, ആ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ലൈനൊക്കെ ഉള്ള ഒരു സംഗതി അവരത് പുറത്ത് വയ്ക്കും, അതും കാണും. അപ്പോൾ ബേസിക്കലി ഇത്രേ ഉള്ളൂ, ഒന്നും വേണ്ട. കഴിഞ്ഞത്തെ വിന്നർ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. കഴിഞ്ഞാൽ എന്തായിരുന്നു, പാവമല്ലേ, പൊട്ടനല്ലേ, മണ്ടനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലും വലിയൊരു ഇല്ല. പിന്നെ അതേപോലെ പറയാനുള്ളത് PR കളികളിലൊന്നും ആരും ദയവേത് വീഴണം. PR കളിയിൽ ബേസിക്കലി ഒരു മലയാളിക്ക് ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR കളികളിൽ വീഴും, തമ്മിലടിക്കും. ഇപ്പൊ ഞാനും സ്നേഹിയും തമ്മിൽ ഭയങ്കര എന്താ പറയാ, ഞങ്ങൾ ഈ ഷോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മൾ ഫാമിലിന്റെ അകത്ത് തന്നെ ഭാര്യ ഭർത്താവെന്ന് വിചാരിച്ചോ, എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ഇവൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിലടിക്കും, അതിന് കുറെ PR ഫ്യൂവൽ ചെയ്യും. എല്ലാം വേണം. ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, മൊത്തത്തിൽ ലാലേട്ടൻ ഇന്ന് പോയി പറഞ്ഞിട്ടുണ്ട്, സിനിമ നമ്മുടെ സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ ആണെന്ന് പറഞ്ഞു. ശരിക്കും സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ സിനിമ അല്ല, സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ ബിഗ് ബോസ് ആണ്. അതാണ് ബിഗ് ബോസ് ആണ് സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ. അപ്പോ PR ഗെയിംസ് വേണം, തമ്മിലടി ഉണ്ടായിക്കോ. വേറെ PR ഗെയിംസ് ഉണ്ടാകുമ്പോൾ മറ്റേ വേറെ വല്ല ന്യൂസിന്റെ അടിയിൽ വോട്ട് ഫോർ ദിസ്, വോട്ട് ഫോർ ദാറ്റ് കൊടുക്കരുത്. ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ ഒരു PR-നോട് ഞാൻ സംസാരിച്ചത് പറഞ്ഞ, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, നിങ്ങൾ മറ്റേ എന്താ പറയാ രാഷ്ട്രീയ ന്യൂസിന്റെ അടിയിൽ പോയിട്ട് വോട്ട് ഫോർ ദിസ് കൈ എല്ലാം ഞാൻ പറയും. ആ PR-ന്റെ പേര് വിനു. ഞാൻ എല്ലാ പ്രാവശ്യം മക്കളെ ഞാൻ ഒരു കാര്യം പറഞ്ഞ, ഞാൻ എല്ലാം പൊളിക്കും പ്രാവശ്യം. ഞാൻ ആ മൂഡിലാണ്. ഞാൻ പ്രാവശ്യം തരുമോ, ഞാൻ ബിഗ് ബോസിന് നിങ്ങൾക്ക് എല്ലാ സാധനം പറഞ്ഞുതരും. ഞാൻ എല്ലാ സംഗതി എന്റെ കളി എന്തോ ആയിക്കോട്ടെ, ഞാൻ അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് എല്ലാം കണ്ടും പഠിച്ചാ പോകുന്നത്. ബാക്കിയുള്ളവര് വായ തുറക്കില്ലോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയും, ഞാൻ നിങ്ങൾ ഇന്റെ എന്ത് ഡൗട്ട് വേണമെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിലും പേഴ്സണലി വന്ന് ചോദിച്ചോ. ഇഷ്ടംപോലെ വരും ഗ്രൂപ്പും ഗ്യാങ്ങും. പ്രേമം ഉണ്ടാവും, ഗ്രൂപ്പും ഗ്യാങ് ഉണ്ടാവും, ഇഷ്ടംപോലെ സാധ്യത ഉണ്ട്. ആർക്കും സാധ്യത ഇല്ലാത്തത്? അതിനുള്ള എല്ലാവർക്കും ഉണ്ട്. കല്യാണം കഴിച്ചവർക്കും സാധ്യത ഉണ്ട്. ആർക്കും വേണം പ്രേമിക്കാം, ഒരു കുഴപ്പം അതിനകത്തില്ല. എനിക്ക് അതിനുള്ള ചാൻസ് ഇട്ടാത്തോണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോ ആരും ഇല്ല അതിനകത്ത്. ഞാനും പോകുന്നുണ്ട് പ്രേമിക്കാൻ. ഒന്ന് പ്രേമിച്ച് നോക്കിയത്. ഇനിയിപ്പോ എന്ത് പറയാലോ പുറത്തിരുന്നിട്ട്. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രയേ ഉള്ളൂ. ബിഗ് ബോസ് അടിപൊളിയായിട്ട് തുടങ്ങട്ടെ, അല്ലേ? കിടിലായിട്ട് തുടങ്ങട്ടെ, നല്ല ലോഞ്ച് ആവട്ടെ. പക്ഷെ വല്ല ഫാമിലി റൗണ്ട് ഇല്ലാത്തോണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. നമ്മള് അടുത്ത ഓരോ എപ്പിസോഡുകളും ലൈവിൽ നടക്കുന്ന ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് റിവ്യൂ ആയിട്ട് വരും. ബിഗ് ബോസിന്റെ റിവ്യൂ ആയിട്ട് ഞങ്ങൾ എന്താ, ഞങ്ങളുടെ കൂടെ മൂന്നാമതൊരാളും കൂടി വരും. ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ എന്ത് ചെയ്തു, ഈ അങ്ങനെ ചെയ്തില്ലേ, ഈ ഇങ്ങനെ ചെയ്തില്ലേ എന്നുള്ള കമന്റുകൾ ഞാൻ സ്വീകരിക്കുന്നതാണ്. ഒരു പ്രശ്നമല്ല, ഞങ്ങൾ എന്താ കിട്ടുള്ളൂ. നോ വറീസ് ഫോർ മീ, ബിക്കോസ് ബേസിക്കലി ബിഗ് ബോസ് എന്ന് പറയുന്നത് എനിക്ക് അരിയാണ്. അപ്പൊ ഞാനത് ചെയ്യാം. ഓക്കെ ഗൈസ്. ഞാൻ വേറൊരു കാര്യം ആലോചിക്കേണ്ടത്, ഈ സീസണിന്റെ ഒരു തുടക്കം മുതൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് വേണമെങ്കിൽ ഒരു എക്സ്ക്ലൂസീവ് ആയിക്കോട്ടെ. ഈ സീസണിന്റെ തുടക്കം മുതൽ തന്നെ നിങ്ങൾ നാളെ ലോഞ്ച് ആവില്ലേ സീസൺ, അപ്പൊ തന്നെ നിങ്ങൾക്ക് കുറെ PR വാട്സാപ്പ് ഗ്രൂപ്പുകൾ കാണാം. ഇപ്പൊ തന്നെ അയ്യോ പാവൻ ഓഹനോണെങ്കിൽ
ആ ചെക്കന് എന്ത് പരിപാടിയാ കാണിച്ച ആരാ തുടങ്ങി അറിയില്ല പടുഭാവികള്. എന്താ പറയാ ലവ് യു ലോണാറ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ രോഹൻ ലോണന്റെ ഫാൻസ് ആർമി കയറാന്ന്. ആ ചെക്കൻ അതെങ്ങനെങ്കിലും അവനൊന്ന് കിട്ടണം. എനിക്ക് അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് തോന്നിയ ഒരാളാണ് ഈ ലോഹൻ ലോണ. അറ്റ്ലീസ്റ്റ് അവനെ വൈൽഡ് കാർഡിൽ വിളിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇമാതിരി ഒന്നും പണി കാണിച്ച് കൂട്ടരുത് പ്ലീസ്. അത്രേ പറയാനുള്ളൂ. എനിക്ക് അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട്. അതും കൂടി ഇല്ലാതാക്കുന്ന രീതിയിൽ ഇപ്പൊ തന്നെ മറ്റേ എന്തിന് ഈ ഫാൻ ഗ്രൂപ്പ് ആർമി തന്നെയാണ് പലരും വേണം. തുടങ്ങുന്നതിന് മുന്നേ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ വേണം എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇതിലോ ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ പൊട്ടൻഷ്യൽ വിന്നർ എനിക്ക് അങ്ങനെ ഫസ്റ്റ് ഗസ് എനിക്ക് ഒനീലിനെ ഭയങ്കര ഡൗട്ട് ഉണ്ട്. ഒനീൽ ഇല്ലല്ല വൈൽഡ് കാർഡ് ഒരിക്കലും ആവില്ല. ഒനീൽ എനിക്ക് ഭയങ്കര ഒരു പൊട്ടൻഷ്യൽ വിന്നിങ് എലമെന്റ് ഉള്ള ഒരു സാധനമായിട്ട് തോന്നുന്നുണ്ട്. സീരിയൽ കാസ്റ്റ് ഒന്നുമില്ല. സീരിയൽ കാസ്റ്റ് ആസ് യൂഷ്വൽ കുറച്ച് ദിവസം വെക്കും, ഫിനാലിൽ 2 സീരിയൽ കാസ്റ്റിന് ഇടും, പിന്നെ അവരുടെ ഷോന് കുറച്ച് ദിവസം ഉപയോഗിക്കും. അതത്രേ ഉള്ളൂ. അത് വേറെ കുഴപ്പമൊന്നുമില്ല. അത് എന്നും നടക്കുന്ന പരിപാടി, അതിലപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ അതേപോലെ മറ്റേ എന്തായാലും നമ്മൾ കാണുന്ന രീതി ഇങ്ങനെയാണല്ലോ. മറ്റേ വാഴ ടീംസ് കുറെ ഉണ്ടാവുമല്ലോ, അവരവിടെ വെച്ചിട്ട് നല്ല സംസാരിക്കുന്ന കളിക്കുന്നവര് പുറത്താക്കും. ഇതാണ് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന സാധനങ്ങൾ. അല്ല ഈ വാഴകൾ അവിടെ ഉള്ളതല്ല. ഇപ്പൊ ഇന്ന വാഴ ഇപ്പൊ രസം ഞാനായിട്ട് വാഴക്കോലയും കൊണ്ടുവന്നപ്പോ ഒന്ന് ചെയ്യാൻ നിന്നോട് അതെ ഞാനാണ് എന്താ വാഴയൊന്നും ഈ കണ്ടിട്ടില്ല നിങ്ങളാരും വീട്ടിൽ നല്ല കൊലക്കുന്ന അങ്ങനെ പറയാം. അതിന്റെ മുന്നത്തെ 2 ദിവസം മുന്നത്തെ പെങ്ങളുട്ടി കോമ്പോ ആ പാട്ടായിരുന്നു ഇവരുടെ വാഴനെ അവര് വേറെ കമ്പയർ ചെയ്യരുത്. ഞാനില്ലാതെ ഇപ്രാവശ്യം ഒന്നും നടക്കില്ല. മറ്റേ വെണ്ണിലല്ല എന്താ അയ്യത്തിപ്രാവ് വെണ്ണിലാക്കൊമ്പിലെ പടി അതായത് അല്ലാതെ ഇതൊന്നുമല്ല അല്ല സമ്മതിക്കില്ല. അത് ഞങ്ങൾ തന്നെ അല്ല ഞാൻ എന്ത് ഏറ്റെടുക്കാം. ശരി വാഴ ഞാൻ പറഞ്ഞതാണല്ലോ, മറ്റേ ആളൊക്കെ പറഞ്ഞല്ലോ ഞാൻ വന്നിട്ട് വാഴ സേനോട് ഈ വെറും വാഴ കളിക്കരുത് പറഞ്ഞാണ്. അതൊന്നും വിഷയമുള്ള കാര്യമില്ല. പോയി ഡെയിലി പൈസ കിട്ടി 5 ലക്ഷത്തിന്റെ പൈസയും കൊണ്ട് പോകുന്നു. ഞാൻ പുറത്തുനിന്ന് പൈസ ഉണ്ടാക്കി, പുറത്തുനിന്ന് സേനയും പൈസ ഉണ്ടാക്കി, കേറുന്നതിന് മുന്നേ 10 ദിവസം വീഡിയോ ഇട്ട് ഞാനും പൈസ ഉണ്ടാക്കി. കാശ് ഉണ്ടാക്കില്ല നല്ല. പിന്നെ ഇപ്പോഴും കാശ്, പിന്നെയും കാശ് മെയിൻ പൈസയാണല്ലോ. അപ്പൊ ഞങ്ങള് ദുബായിന്ന് ആണ് ഫസ്റ്റ് ഇത് പറയുന്നത് ബിഗ് ബോസിനെ. അത് ഇന്ന് പ്രത്യേകിച്ച് എന്താ ഇന്ന് ലാലേട്ടൻ ധ്യാനത്തിന് പോയ ദിവസമാണ്, അതുകൊണ്ട് നിന്നിട്ടിരിക്കുകയാണ് നമ്മളല്ലേ. ഓക്കെ ഗൈസ്. ചളി. ഓക്കെ.